ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസത്തെ പേഴ്സണൽ റീഡിങ്ങിന് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. ഓഗസ്റ്റ് കഴിഞ്ഞു, സോ സെപ്റ്റംബർ മാസം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് നിരന്തരമായി ഓർത്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ വ്യക്തി നിങ്ങളെ നേടിയെടുക്കുവാൻ പരിശ്രമിക്കുന്നുണ്ടോ? ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് നിരന്തരമായി ഓർത്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, അതുപോലെ ഈ വ്യക്തി നിങ്ങളെ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നുണ്ടോ? ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓവറോൾ എനർജി തൊട്ട് നമുക്ക് ഇങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, ആ ഒരു ലെവലിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ പേഴ്സണെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാർഡ്സ് എടുത്തിട്ടുള്ളത്. ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, ഇവിടെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട്, താല്പര്യമുണ്ട്, ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. നിങ്ങളായിട്ടുള്ള ആ ഒരു മാനസികപരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഈ പേഴ്സൺ ഒരു കാരണവശാലും വിട്ടുകളയാനായിട്ട് സാധിക്കില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി ഈ ലൈഫിൽ മുഴുവനായിട്ട് വേണമെന്ന് ഈ പേഴ്സൺ വാശി പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നു. ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് ആ ഒരു ഇതിലേക്ക് വഴുതി വീഴാതെ, നിങ്ങളെ ഉപേക്ഷിക്കാതെ ഈ പേഴ്സണിലേക്ക് തന്നെ കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ അന്നും ഇന്നും ശ്രമിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് കുറച്ച് റൂഡായിരിക്കാം, കുറച്ച് റഫായിട്ടുള്ള ബിഹേവിയർ ആയിരിക്കാം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സണ് സ്ട്രാറ്റജി ഉണ്ട്, ഈ പേഴ്സണ് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട്, ആഗ്രഹമുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങളെ കുറിച്ചിട്ടാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക്, ഈ പേഴ്സണ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ട്. ഒരു ഊഹാപോഹങ്ങളല്ല, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. മനസ്സിലായോ? അത് ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ വ്യക്തമായിട്ടുള്ള ഒരുപാട് പ്ലാനിങ് ഉണ്ടാവും. നമുക്കൊരു വ്യക്തിക്ക് ഒരുപാട് പ്ലാനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ആ ഒരു പ്ലാനിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി തന്നെയാണ് നിങ്ങളുടെ കാര്യം. അപ്പോൾ അത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു അത്യാവശ്യം നിങ്ങളെക്കുറിച്ച് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ഉണ്ട്. ഖേണിനോസ് ആണ്. ലൈഫ് ഫോഴ്സ്, എക്സ്പ്രസ് യുവർ ഡ്രൈവിംഗ് പാഷൻ, സെൻഷ്വൽ പവേഴ്സ് ആർ ഇൻക്രീസ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. നിങ്ങളോട് തോന്നിയിട്ടുള്ള ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും മറ്റാരെ കൊണ്ടും എടുത്തു മാറ്റാൻ കഴിയാത്ത തരത്തിലുള്ളൊരു കണക്ഷനാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാളെ കാണാനും പറ്റില്ല, വേറൊരാളുടെ സ്ഥാനത്ത് നിങ്ങൾ കൊണ്ടുപോയി വെക്കാനും പറ്റില്ല. ഈ പേഴ്സൺ ഒരു വളരെ പാഷനേറ്റ് ആയിട്ടുള്ള എനർജിയാണ് ഈ പേഴ്സണ് നിങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. പല കാര്യങ്ങളിലും ഈ പേഴ്സൺ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. അതിപ്പോൾ സ്വഭാവത്തിന്റെ കാര്യത്തിലാണെങ്കിലും, വിശ്വാസത്തിന്റെ കാര്യം, പ്രണയത്തിന്റെ കാര്യം, പാഷൻ ആണെങ്കിലും വളരെയധികം ഈ പേഴ്സൺ ഉയർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ഈ പേഴ്സൺ എനർജി കിട്ടിയിട്ടുള്ളത് നിങ്ങളിൽ നിന്നും തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് വളരെ പാഷനാണ്, വളരെ സെൻസ്വൽ ആയിട്ടുള്ള ഒരു എനർജിയാണ്. എവിടെ പോയാലും നിങ്ങൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചിരിയായിരിക്കാം, സംസാരമായിരിക്കാം, സ്നേഹപ്രകടനമായിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ ദൂരെ എവിടേക്കെങ്കിലും നിൽക്കുകയാണെങ്കിൽ പോലും ഈ പേഴ്സൺ അത് സെൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെയിം എനർജി ഈ വ്യക്തിക്കും മനസ്സിൽ ചിന്തകൾ വരും. ഓക്കെ, ഇപ്പം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിലും ആ ഒരു സെയിം ചിന്തകൾ വരും. നിങ്ങൾ എന്തിനെ കുറിച്ചാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പം നിങ്ങളൊരു റോസാപ്പൂവിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ മനസ്സിലേക്കും ആ ഒരു ചിന്തകൾ കടന്നു വരും. ആ ഒരു ഫ്ലവറിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ കടന്നു വരും. അപ്പൊ അങ്ങനെ ചിന്തകൾ തമ്മിൽ ഒരു കണക്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്.
അതിനോടൊപ്പം തന്നെ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ഫാമിലിയാണ്. അതായത് ആ ഒരു ഫാമിലി എന്ന് പറയുന്ന എനർജീനെ ക്രാക്ക് ചെയ്യാനാണ്, വെട്ടിപ്പിടിക്കാനാണ്, അല്ലെങ്കിൽ അതിനെ എന്നേക്കുമായി സ്വന്തമാക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഫാമിലീനെ അത്രയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ. ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കണം എന്നാണ്. അടിത്തറ എന്ന് പറയുന്നത് എപ്പോഴും ഫാമിലിയാണ് എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. നമ്മളിവിടെ പറയുന്നതല്ല, ഈ പേഴ്സന്റെ വിശ്വാസമാണ് ഈ പറയുന്നത്, കാഴ്ചപ്പാടാണ്, പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പോൾ ആ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ട് ജീവിക്കാൻ ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ്, താല്പര്യമാണ്. അപ്പൊ അത് ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് അത് ആ ഒരു ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം, ആ ഒരു ആഗ്രഹം തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം. ആ ഒരു ഫാമിലി എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഗോ ദ ഡിസ്റ്റൻസ് ആണ്. ഉറപ്പായിട്ടും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്. ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഓടി 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 വരണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട്. അതിപ്പോൾ എത്ര ദൂരത്താണെങ്കിലും എത്ര അൺഅവൈലബിൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരണമെന്ന് ഈ പേഴ്സൺ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പ്രസൻസ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഈ പേഴ്സന്റെ പ്രസൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. ആ ഒരു ലെവലിലേക്കാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ മനസ്സിന്റെ ആ ഒരു ചിന്ത, അതായത് മനസ്സ് വളരെയധികം ഡിസ്റ്റൻസിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു വിദേശത്താണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ നാട്ടിലാണെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സ് നിങ്ങളോടൊപ്പമാണ്. നിങ്ങളുടെ അടുത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വിത്തൗട്ട് എനി പെർമിഷൻ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ പേഴ്സന്റെ മനസ്സ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പങ്കിട്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയൊക്കെയാണ് ഈ പേഴ്സന്റെ മനസ്സ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. മാസ്റ്റർ ജീസസ് ആണ് കിട്ടിയിട്ടുള്ളത്. യേശുദേവന്റെ എനർജിയാണ്. ഫോർഗീവ്നെസ് ആണ് ആ ഒരു ദൈവത്തിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത്, അല്ലെ? ഫോർഗീവ്നെസ്, ക്ഷമിക്കുക, ശത്രുക്കളോട് പോലും ക്ഷമിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വഴി എന്ന് പറയുന്നത് സ്നേഹവും വെളിച്ചവും അതുപോലെ അനുകമ്പ, ക്ഷമിക്കുക, ആ ഒരു ലെവലിലൂടെ മുന്നോട്ട് പോകാനാണ് ജീസസും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷനിൽ കുറച്ച് കൂടുതൽ നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എനർജി കിട്ടിയിട്ടുള്ളത് ജീസസിന്റെ ആണ്. അപ്പോൾ ജീസസിനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ബൈബിള് വായിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുക. ബിക്കോസ് ജീസസ് നിങ്ങളെ കൈവിടില്ല, നിങ്ങളെ വഴി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, വഴി കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ആൻഡ് ഓൾസോ നമുക്ക് ആൻസിസ്റ്റേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് ബി ഡിവോട്ടഡ് ആൻഡ് കമ്മിറ്റഡ് ആണ്. അതായത് നിങ്ങളൊരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ടും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ചില സമയത്ത് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയി പോകുന്നുണ്ടാകാം, ചില സമയത്ത് നിങ്ങൾക്കൊരു മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാകാം, താല്പര്യക്കുറവ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അത്രയും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് പോകരുത്. ചിലപ്പോൾ ഇതിനു മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പരാജയങ്ങൾക്ക് അതൊരു കാരണമായിരിക്കാം. ഇപ്പോൾ ഒരു ജോലിയാണെങ്കിൽ നിങ്ങൾ 1-2 വർഷം അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തു, പിന്നെ വിട്ടുകളഞ്ഞു, നിങ്ങൾക്കത് ആവാൻ പറ്റിയില്ല. റിലേഷൻഷിപ്പും ഇതിനു മുമ്പ് നിങ്ങൾക്ക് കണക്ഷൻസ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആൻസിസ്റ്റേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് എപ്പോഴും ഒരു ഡിവോട്ടഡ് ആയിട്ടും ഒരു ഭയഭക്തിയോട് കൂടിയും ഒരു കമ്മിറ്റ്മെന്റോട് കൂടി, കാരണം അതിലേക്ക് പരിപൂർണമായിട്ടും ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രയത്നിച്ച് അത് നേടിയെടുക്കാനാണ് ആൻസിസ്റ്റേഴ്സും നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം 9 ഓഫ് സോർട്സ് ആണ്. ഇവിടെ എവിടെയും ഈ പേഴ്സണെ പൂർണ്ണത കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള പേടി ഈ വ്യക്തിയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ മറ്റാരുടെയെങ്കിലും ആകുമോ, ഡയറക്ഷൻ പോകുമോ, വേറൊരു കണക്ഷനിലേക്ക് നിങ്ങൾ പോവോ, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ഭയപ്പെടുന്നുണ്ട്. ആ ഭയം ഒരുപക്ഷെ പുറമെ കാണിക്കുന്നില്ലായിരിക്കാം, നിങ്ങൾക്ക് മുന്നിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ലായിരിക്കാം, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷെ ഈ പേഴ്സൺ സ്വയം അതുമായിട്ട്, അതായത് അതെല്ലാം കൂടി മനസ്സിൽ ഒതുക്കി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചത് പോലും ഈ പേഴ്സൺ ആയിരിക്കാം.
ഈ പേഴ്സന്റെ കയ്യബദ്ധം കൊണ്ടായിരിക്കാം. പക്ഷെ എന്താണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് വിഷമം തോന്നിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. യെസ്, ട്വിൻ ഫ്ലെയിം, ഇറ്റ്സ് എ ജനറൽ റീഡിംഗ്. ആ കാര്യം മനസ്സിലാക്കുക. ഇതൊരു ട്വിൻ ഫ്ലെയിമിന്റെ എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്ന് കരുതിയിട്ട് ഇത് കാണുന്ന എല്ലാവരും ട്വിൻ ഫ്ലെയിം ആണ് എന്നല്ല. പക്ഷെ ഇവിടെ ഒരു സോൾ കോൺട്രാക്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഒരു പരിധി വരെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സോൾ പാർട്ട്ണർ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, സോൾ പാർട്ട്ണർ ആണ്. ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. സോളുകൾ തമ്മിൽ ഉള്ള കണക്ഷൻ എവിടെയും വിട്ടു പോകുന്നില്ല, അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ഇത് കുറച്ച് ആൾക്കാരെങ്കിലും ട്വിൻ ഫ്ലെയിം ജേണിയിലാണ്. എല്ലാവരും ട്വിൻ ഫ്ലെയിം ആണെന്നല്ല, പക്ഷേ ട്വിൻ ഫ്ലെയിംസ് ഉണ്ട്, ട്വിൻ ഫ്ലെയിമിന്റെ എനർജി കിട്ടിയിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾ നല്ലൊരു സോൾ പാർട്ട്നേഴ്സ് ആണ്. ആ ഒരു രീതിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആൻഡ് ഓൾസോ അൺസാറ്റിസ്ഫൈഡ് ആണ്. ഐ വാസൻറ്റ് ഹാപ്പി ദ വേ തിങ്സ് വേർ ഗോയിങ് എന്നാണ്. അപ്പം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഈ വ്യക്തിക്ക് സംതൃപ്തിയും സന്തോഷവും ഒന്നും വരുന്നില്ല. സങ്കടം തന്നെയാണ് വരുന്നത്, അസംതൃപ്തി തന്നെയാണ് എന്നാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു എനർജിയിലൊന്നുമല്ല ഈ പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്നത്. ഓഫ് കോഴ്സ് ഈ പേഴ്സണ് വിഷമമുണ്ട്, പക്ഷേ അത് ഉറപ്പായിട്ടും എന്താ പറയുക, ഈ പേഴ്സൺ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ അസംതൃപ്തി ഉണ്ട്. ഓക്കെ, ബോഡി ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഉത്രട്ടാതി, ഉത്രാടം, സിംഗപ്പൂർ, തൃക്കേട്ട, ഫിയർ, ഐ, ക്യൂ, നമ്പർ 5, 5-ാം തീയതി. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് ഈ സെപ്റ്റംബർ മാസം 2025 15-ാം തീയതി ഇന്ന് മുതൽ തൊട്ട് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 6 ദിവസത്തെ ഡിസ്കൗണ്ട് മാത്രമാണ്. 6 ദിവസം കഴിഞ്ഞാൽ പിന്നെ കിട്ടുകയില്ല. അപ്പോൾ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ്, കസ്റ്റമേഴ്സൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വരാം. ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് ചെയ്താൽ മതി. ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.